എല്ലാവർക്കും നമസ്കാരം. നമ്മൾ സാധാരണ ബാങ്കുകളിൽ ചെല്ലുമ്പം വളരെ സന്തോഷപൂർവ്വം പാടത്ത് നിൽക്കുന്ന കൃഷിക്കാരനും മിക്കവാറും വെള്ളമുണ്ടും വെള്ള ബനിയനും ഒക്കെ ഇട്ട് തോളത്ത് തൂമ്പൊക്കെ ആയിട്ട് വളരെ ചിരിച്ച് കളിച്ച് നിൽക്കുന്ന ഒരു കർഷകനും അതിൻ്റെ പുറകിൽ വളരെ വിശാലമായി കിടക്കുന്ന പാടങ്ങളും ഏറ്റവും ലാസ്റ്റ് മൂലയിൽ ഒരു പരസ്യവും കൃഷിക്കാരനെ സഹായിക്കാൻ 4% പലിശയിൽ ലോണ്, കിസാൻ ക്രെഡിറ്റ് കാർഡ് എന്നൊക്കെ പറഞ്ഞ് പരസ്യമൊക്കെ കാണുമ്പം ഇതെല്ലാം കൃഷിക്കാരനെ മോഹിപ്പിച്ച് വല വീഴ്ത്താനുള്ള പരിപാടികളാണ്. അതിന് വേറൊരു കാര്യമുണ്ട്. കൃഷിക്കാരൻ്റെ ഭാര്യയുടെ കഴുത്തേ കിടക്കുന്ന സ്വർണം പണിച്ച് ഈട് വെച്ച് കൊടുത്താലേ ഇവൻ തരുവുള്ളൂ താനും 4%. ഞാൻ ഈ വിഷയത്തിലേക്ക് കടന്നു പോകുന്നതിനിപ്പുറം ആദ്യം ഒരു നെൽകർഷകൻ അയച്ചു തന്ന ഒരു വോയിസ് ക്ലിപ്പ് കേൾപ്പിക്കാം. ഞാൻ പാലക്കാട് നിന്നാണ്. ഈ കർഷകർ കൃഷി ഇറക്കുന്ന സമയത്ത് 6 മാസത്തിലാണ് കൃഷിൻ്റെ വിളവെടുപ്പും കാര്യങ്ങളും കഴിഞ്ഞ് അടുത്ത കൃഷി വേറെ കൃഷി ചെയ്യുമ്പോൾ വീണ്ടും 6 മാസത്തിൽ അതിൻ്റെയും വിളവെടുക്കും. ഒരു വർഷത്തിൽ പാലക്കാട് ജില്ലയിലേക്ക് 2 പ്രാവശ്യമാണ് കൃഷി എടുക്കുന്നത്. അപ്പോൾ ഇത് കാലാകാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മൾ ഈ വിത അല്ലെങ്കിൽ നടിയിൽ ഇത് കഴിഞ്ഞ് കൊയ്ത്ത് തുടങ്ങുന്നതിൻ്റെ കുറച്ച് മുൻപാണ് ഈ രജിസ്ട്രേഷൻ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് കൊയ്ത്ത് കഴിഞ്ഞ ശേഷമാണ് മില്ലിലേക്ക് ഏത് മില്ലിലേക്ക് നെല്ല് അളക്കണമെന്നും അതിൻ്റെ കാര്യങ്ങളും ഗവൺമെൻറ് തീരുമാനിക്കുന്നത്. ഇത് കാലാകാലങ്ങളായി നടക്കുന്നത്. ഇത് കൃഷി ചെയ്യുന്നതിൻ്റെ മുൻപ് തന്നെ ഇതിൻ്റെയൊക്കെ തീരുമാനങ്ങളാവേണ്ടതാണ്. ഇതാവാണ്ട് കൃഷിയെല്ലാം കൊയ്ത്ത് കഴിഞ്ഞ് ചാക്കിലാക്കി അട്ടിയിട്ട് വെച്ച ശേഷം അപ്പോഴാണ് മെല്ലെ നെല്ലെടുക്കേണ്ട കാര്യത്തിനെ കുറിച്ചിട്ടും മില്ലുകാരൻ്റെ ചർച്ചയ്ക്കൊക്കെ എല്ലാ സീസണിലും ചെയ്യുന്നത്. അപ്പോഴേക്കും കർഷകർക്കൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ ഇത് നേരത്തെ ഇങ്ങനെ ഇതുപോലെയുള്ള രജിസ്ട്രേഷനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മുൻകൂട്ടി ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒറ്റ സ്പീഡാവും കാര്യങ്ങൾ. ഇതിപ്പോൾ ആദ്യം നമുക്ക് ഇപ്രാവശ്യം നെല്ല് കൊയ്ത്ത് കഴിഞ്ഞിട്ട് 28 രൂപ 20 പൈസയായിരുന്നു ഗവൺമെൻറ് തന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അത് ലേറ്റസ്റ്റായിട്ട് 30 രൂപ തരുമെന്ന് പറഞ്ഞു. അപ്പോൾ 28 രൂപ ഗവൺമെൻറ് എടുക്കുന്ന സമയത്ത് മഴ സമയമായിരുന്നു ഇപ്രാവശ്യം. അപ്പോൾ ഗവൺമെൻറ് എടുക്കണമില്ല, ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആൾക്കാർക്ക് എടുത്തു വയ്ക്കാൻ പറ്റുന്നില്ല. പല പ്രശ്നങ്ങളും കാരണം ഓപ്പൺ മാർക്കറ്റിലെ ആൾക്കാർ 18 രൂപ 19, 20, 21, 22 രൂപ ഇങ്ങനെ പല രീതിയിലും അത് കൊടുത്തു. നെല്ല് ഇപ്രാവശ്യം കുറവ്. പിന്നെ ഈ റേറ്റിന് കൊടുത്തു കഴിഞ്ഞാൽ ചിലവാക്കിയ പൈസ പോലും കിട്ടില്ല. ആ ലെവലിലായിരുന്നു. പക്ഷേ ആൾക്കാർക്ക് പിടിച്ചു നിൽക്കാൻ വഴിയില്ല. കടം വാങ്ങിയിട്ടും സ്വർണ്ണം പണയം വെച്ചിട്ടും ഒക്കെയാണ് കൃഷി ചെയ്യണത്. അപ്പോൾ കിട്ടിയ പൈസയ്ക്ക് കൊടുത്തിട്ട് അതിനെങ്കിൽ എടുക്കുകയാണ്, പലിശ അടയ്ക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട്. അങ്ങനെ എല്ലാവരും കൊടുത്തു കഴിഞ്ഞു. വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഈ സപ്ലൈക്ക് വേണ്ടി കൊടുക്കാനുള്ളൂ. അതിപ്പോഴാണ് മെല്ലെ തീരുമാനമായിട്ട് കുറച്ച് മില്ലുകൾ മാത്രമാണ് എടുക്കാൻ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇത് നേരത്തെ ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും ഒരു ഉപകാരമായിരുന്നു. ഈ ക്ലിപ്പിനകത്ത് പറയുന്ന കാര്യങ്ങൾ എത്ര ദയനീയമാണ് കർഷകൻ്റെ കാര്യം. അത് നെല്ല് കർഷകൻ അദ്ദേഹം പറയുക, ഈ നെല്ല് വിളവായി കഴിഞ്ഞ് കൊയ്ത് മെതിച്ച് കഴിഞ്ഞാൽ ഇത് സപ്ലൈകോയിലോട്ട് കൊടുത്തിട്ട് അവരാണിത് എടുക്കുന്നത്. എന്നിട്ട് ഈ നെല്ലെടുത്തിട്ട് ഇവൻ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുക കൃഷിക്കാരൻ ഈ പൈസ കിട്ടാൻ. ചിലപ്പോൾ അത് 1 വർഷം കഴിഞ്ഞേ കിട്ടുള്ളൂ, ചിലപ്പോൾ 2 വർഷം കഴിഞ്ഞേ കിട്ടുള്ളൂ. എന്നിട്ട് ആ കർഷകൻ വളരെ ദയനീയമായിട്ട് പറയുക, ഈ നെല്ലെന്ന് പറയുന്നത് വിതയ്ക്കുമ്പോൾ തന്നെ ഇത് എത്ര മാസത്തിനുള്ളിൽ കൊയ്യാം, എത്ര മാസത്തിനുള്ളിൽ ഇത് വിൽക്കാമെന്നൊക്കെ കൃത്യം അറിയാം. ഇത് കൊയ്യുന്ന സമയത്ത് തന്നെ ഇതിന് മില്ലുകാരൻ ആരാന്ന് കണ്ടുപിടിക്കാനും പിന്നെ മില്ലുകാരനുമായിട്ടുള്ള ഇടപാടുകളൊക്കെ നടത്താൻ പറ്റിയ ഇത് കൊയ്ത് നെല്ലങ്ങ് വീഴുമ്പോൾ തന്നെ ഇത് പിറ്റേ ദിവസം തന്നെ കയറ്റിക്കൊണ്ട് പോകാം. അപ്പം നമ്മുടെ കേരളത്തിലെ രീതി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ നെല്ലെല്ലാം കൊയ്തിട്ട് കഴിഞ്ഞിട്ടാണെന്നാണ് പറയുന്നത് മില്ലുകാരനെ തപ്പിപ്പോകുന്നത് ഗവൺമെൻറ്. അങ്ങനെയാണ് പിന്നെ എന്തിനാ കൃഷി വകുപ്പ്? അങ്ങനെയാണെങ്കിൽ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥന്മാരെന്തിനാണ്? ഇതാണ് ഇതിൻ്റെ ഒന്നാമത്തെ ഭാഗം. ഇനി രണ്ടാമത്തെ ഭാഗം, എനിക്കറിയാവുന്ന ഒരു കൃഷിക്കാരൻ 4% പലിശയ്ക്ക് കാർഷിക ലോൺ എടുത്തു. നെല്ല് കൃഷിക്ക് വേണ്ടിയാണ് എടുത്തത്. ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ഈരാറ്റുപേട്ട ബ്രാഞ്ചിൽ നിന്നാണ് എടുത്തത്. 6/7/23 2,72,000 രൂപ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ സ്വർണ്ണം എല്ലാം കൂടെ കൊണ്ട് പണയം വെച്ചിട്ട് നെൽകൃഷിക്ക് വേണ്ടി എടുത്തു. എന്നിട്ട് അതിന് 4% പലിശ, ഞാനൊന്ന് കണക്കൂട്ടി നോക്കിയിട്ട് 4% ആണെങ്കിൽ 10,880 രൂപയെ ഒരു വർഷം പലിശ വരുള്ളൂ. എന്ന് പറഞ്ഞാൽ ഒരു മാസം 907 രൂപ മാക്സിമം വരാവുന്ന പലിശ. അതായത് കൃത്യം 906 രൂപ 67 പൈസയെ ഈ 2,72,000 രൂപയ്ക്ക് 4% വെച്ച് വരുള്ളൂ. എന്നിട്ട്
ഈ മനുഷ്യൻ 2023 7 മാസം ഇത് പണയം വെച്ചിട്ട്, സ്വർണം പണയം വെച്ചിട്ട് ഇദ്ദേഹത്തിന് അടയ്ക്കാൻ പറ്റിയത് 10/11/2025 2025 ഏതാണ്ട് ഒരു 27 മാസം കഴിഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ 28 മാസം, ബാങ്കിൻ്റെ കണക്കിന് ഇനി കൃത്യം അങ്ങോട്ട് വക്കെ പിടിച്ചാൽ പോലും 28 മാസം കഴിഞ്ഞിട്ടാണ് ഇദ്ദേഹത്തിന് അത് കൊണ്ടുപോയി ക്ലോസ് ചെയ്യാൻ പറ്റിയത്. ക്ലോസ് ചെയ്തപ്പോൾ നമുക്കീ പറയുന്ന 4% കണക്കിനാണെങ്കിൽ മാസം 906 രൂപ 67 പൈസ വെച്ച് 28 മാസത്തേന് വരേണ്ടത് 25,386 രൂപയാണ്. എന്നാൽ ബാങ്ക് ഇത് ക്ലോസ് ചെയ്യാൻ വേണ്ടി വാങ്ങിയത് അത് 3,43,273 രൂപയാണ്. 3,43,273 രൂപ. അതായത് ഏതാണ്ട് 71,273 രൂപ ബാങ്ക് പലിശ മേടിച്ചു. 4% പലിശ ആയിരുന്നെങ്കിൽ 25,386 രൂപയെ വരാമായിരുന്നുള്ളൂ. ബാങ്ക് ഇപ്പോൾ എത്ര മേടിച്ചെന്നറിയാമോ? കൂടുതൽ 45,886 രൂപയും കൂടെ കൂടുതൽ മേടിച്ചു. എന്നിട്ട് ഈ ലിസ്റ്റിലേക്ക് തന്നെ നോക്കിയാൽ ഒരേ ദിവസം തന്നെ 10/11/25 പെനാൽ ചാർജ് 428 രൂപ, 10/11/25 അടുത്ത പെനാൽ ചാർജ് 493 രൂപ, 10/11/25 അടുത്ത പെനാൽ ചാർജ് 484 രൂപ, 10/11/25 അടുത്ത പെനാൽ ചാർജ് 500 രൂപ, 10/11/25 അടുത്ത പെനാൽ ചാർജ് 501 രൂപ, 10/11/25 അടുത്ത പെനാൽ ചാർജ് 453 രൂപ, 10/11/25 അടുത്ത പെനാൽ ചാർജ് 526 രൂപ, 10/11/25 അടുത്ത പെനാൽ ചാർജ് 509 രൂപ. വീണ്ടും ഒരു പെനാൽ ചാർജാണ്, അന്നേ ഡേറ്റ് തന്നെ 526, 509, 526, 526, 538 വരെ പെനാൽ ചാർജ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് 10/11/25 ഫൈനൽ ചാർജസ് ഫ്രം 1/10/25 ടു 31/10/25 വരെ ഒരു 162 രൂപ 77 പൈസയും എല്ലാം കൂടെ കൂട്ടി 3,43,273 രൂപ അങ്ങോട്ടിട്ട് കൊടുത്തു. അപ്പോൾ കൃഷിക്കാരൻ ചോദിച്ചു, ഇതെങ്ങനെയാണ് നിങ്ങളിത് കൂട്ടിയത്? അപ്പം ബാങ്കുകാർ കുറച്ച് നേരം എല്ലാം നോക്കിയിട്ട് പറഞ്ഞു, ഇതെങ്ങനെയാണ് കൂട്ടുന്നതെന്നൊന്നും ഞങ്ങൾക്കറിയാൻ മേല, സിസ്റ്റത്തിൽ ഇത് കാണിക്കുന്നുണ്ട്, അതിൻ്റെ പ്രിൻ്റ് എടുത്ത് അങ്ങോട്ട് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ കർഷകൻ പറഞ്ഞു, സിസ്റ്റത്തെ കാണിച്ചാൽ പോരല്ലോ, ഇതെങ്ങനെയാണ് കൂട്ടുന്നതെന്ന് നിങ്ങളൊന്ന് പറഞ്ഞു തരണ്ടേന്ന് ചോദിച്ചു. അത് ഞങ്ങൾക്കറിയത്തില്ല, സിസ്റ്റത്തിൽ ഇത് കാണിക്കുന്നതാണെന്ന് പറഞ്ഞു. അപ്പം ഞാനിത് ഈ കണക്ക് വെച്ചോണ്ട് ദീർഘമായിട്ട് ഈ കണക്കൊന്ന് കൂട്ടി നോക്കി, തിരിച്ചും മറിച്ചുമൊക്കെ ഒന്ന് കൂട്ടി നോക്കട്ടെ. എനിക്കിതൊന്നും മനസ്സിലായില്ലെന്ന് മാത്രമല്ല, ഇത് കൂട്ടി നോക്കുമ്പോൾ ഇതിനകത്തെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മിസ്റ്റേക്കും ഉണ്ട്. അങ്ങനെ മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ കൃഷിക്കാരനെ സംബന്ധിച്ച് കൃഷിക്കാരൻ ഇതെങ്ങനെ മനസ്സിലാകും? അവസാനം അവർ തമ്മിൽ ഉടക്കായി. അത് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ഈരാറ്റുപേട്ട ബ്രാഞ്ചിലാണ്. ഇവർ തമ്മിൽ അവസാനം തർക്കമായി, വഴക്കായി. ലാസ്റ്റ് പുള്ളിക്കാരൻ പറഞ്ഞു, ആ അക്കൗണ്ട് തന്നെ അങ്ങ് ക്ലോസ് ചെയ്തേക്ക്, നിങ്ങളുമായിട്ടുള്ള ഇടപാടേ ഇനി വേണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ കയ്യിൽ ഈ പേപ്പർ തന്നെ എന്നോട് പറഞ്ഞു, നിങ്ങൾ ഈ പേപ്പർ ഒന്ന് നോക്കിക്കേ, ഇതിനകത്ത് ചെയ്തേക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞു. ഞാനൊരു 2-2.5 മണിക്കൂർ കാൽക്കുലേറ്ററും ഒക്കെ ആയിട്ട് ഇരുന്ന് പേനായും ഒക്കെ ഇരുന്ന് കണക്ക് കൂട്ടി നോക്കിയിട്ട് എനിക്കിതൊന്നും മനസ്സിലായില്ല. അപ്പോൾ ഇതിനകത്ത് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം ഇതാണ്, ഈ 2,72,000 രൂപ 1 രൂപ പലിശക്കാരൻ്റെ നിന്ന് മേടിച്ചായിരുന്നെങ്കിൽ, 1 രൂപ പലിശക്കാരനൊക്കെ പണ്ട് നാട്ടിലുണ്ടായിരുന്നു, 1 രൂപ 2 രൂപ ഒക്കെ, അവരെല്ലാം ഈ കുബേര കിബാര എന്നെല്ലാം പറഞ്ഞ് ഈ ബാങ്കുകാർക്ക് വേണ്ടി ഗവൺമെൻറ് റെയ്ഡ് ചെയ്ത് ഇല്ലെന്നാക്കി കളഞ്ഞു. അവരുടെ നിന്ന് മേടിക്കാനായിരുന്ന സ്വർണം കൊണ്ട് പണയം വെക്കേണ്ട കാര്യമില്ലായിരുന്നു, അവർ കൊടുത്തേനെ. അപ്പോൾ അവരെ എല്ലാം റെയ്ഡ് ചെയ്ത് പൂട്ടിച്ചകത്ത് കയറ്റിയിട്ട് ബാങ്ക് ഇപ്പോൾ എത്ര മേടിച്ചു? 2,72,000 രൂപ, 2,720 രൂപ 1 രൂപ പലിശ മാസം കൊടുത്താൽ മതി. അങ്ങനെയാണ് 28 മാസത്തേന് കണക്ക് കൂട്ടി നോക്കുമ്പോൾ ആ പൈസ ബാങ്കുകാരൻ അങ്ങ് മേടിച്ചു. അപ്പം ബാങ്കുകാരൻ്റെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ? സിസ്റ്റം കൃത്യം ഈ പറയുന്ന 365 ദിവസം കൊണ്ട് അടച്ച് പുതുക്കിയില്ലെങ്കിൽ സിസ്റ്റം പിന്നെ ഇത് 12% പോകും. ഈ നെല്ല് കർഷകനെ സംബന്ധിച്ച് അവൻ്റെ ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ഒരു വശത്ത് ബാങ്ക് ലോണിൻ്റെ പ്രശ്നം, മറുവശത്ത് ഇത് കൊയ്ത് കഴിയുമ്പോൾ യൂണിയൻകാർ ഒരു വശം, നമ്മൾ ഈ ദിവസങ്ങളിൽ കണ്ടില്ലേ, കയറ്റുന്നതിനും ഇറക്കുന്നതിനും എല്ലാം പ്രശ്നം. മൂന്നാമത്തെ പ്രശ്നം, കൊയ്യാറായി കഴിയുമ്പോഴത്തേനും അത് കൊയ്ത്തന്ത്രം കിട്ടാനില്ല, അതിന് വേറെ പ്രശ്നം. ഇതെല്ലാം കഴിഞ്ഞ് കളത്തിലേക്ക് ഈ നെല്ല് കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഈ നെല്ല് അവനെ സംബന്ധിച്ച് ഡയറക്റ്റ് മില്ലുകാർക്ക് ഇത് വേണ്ട, ഇത് കുത്തി അരിയാക്കി വിൽക്കാനുള്ള സാഹചര്യങ്ങൾ കർഷകനില്ല. അപ്പോൾ അവസാനം എല്ലാം വന്നു കഴിയുമ്പോൾ ഈ കൃഷിയെല്ലാം കൂടെ ചെയ്ത് കഴിയുമ്പം ഇതിൻ്റെ കൂട്ടത്തിൽ ഈ കൃഷിക്കാരനെ സംബന്ധിച്ച് അവൻ്റെ ജീവിതത്തിൽ ഒത്തിരി അവന് വ്യക്തിപരമായ പ്രശ്നങ്ങളുണ്ട്. ഇതിനിടയ്ക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത ഒരു സർക്കാരും ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത ഒരു കൃഷി വകുപ്പും. അങ്ങനെ വരുമ്പോൾ അങ്ങോട്ട് അടച്ചു കഴിയുമ്പോൾ പല കൃഷിക്കാരോട് ഞാൻ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് 3 വർഷം വരെയൊക്കെ ആയിട്ട് കിട്ടാത്ത പൈസകളുണ്ട്. ഒരു വർഷത്തിൽ 2 നെൽകൃഷി ഉണ്ടെന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. അങ്ങനെ പാലക്കാട് സൈഡിലൊക്കെ ഉണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട്
ഈ പൈസ വർഷാവർഷം സമയത്ത് കിട്ടിയില്ലേ ഈ കർഷകൻ എങ്ങനെ കൊണ്ട് ഈ പൈസ ബാങ്കിൽ അടയ്ക്കും? ഇത് അവനെ കൊണ്ട് ബാങ്കിൽ അടയ്ക്കാനും പറ്റിയല്ല. അന്നേരം സ്വാഭാവികമായിട്ടും 365 ദിവസം കൊണ്ട് അടച്ചില്ലെങ്കിൽ ഇതിനിടയ്ക്ക് മട പൊട്ടി വെള്ളം അകത്ത് കയറുകയോ എന്തെങ്കിലും വിധത്തിലുള്ള രോഗങ്ങളുണ്ടാകുകയോ, അതായത് നെല്ലിന് അല്ലെങ്കിൽ വിള കുറഞ്ഞു പോകുകയോ അല്ലെ എന്ത് പ്രതിസന്ധി ഉണ്ടായാലും അത് അവസാനം കർഷകൻ്റെ തലേ മാത്രം വന്നു വിടും. ഗവൺമെൻറ്റിന് ഇതിനകത്ത് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല. ഗവൺമെൻറ്റിന് കൊയ്തിടുന്ന നെല്ല് സമയത്തെടുത്ത് അത് കൃഷിക്കാരന് കൊടുക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വം പോലും ഗവൺമെൻറ്റിനും ഇല്ല, കൃഷി വകുപ്പിനും ഇല്ല. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് എന്നാ സംഭവിക്കുമെന്ന് ചോദിച്ചാൽ കൃഷിക്കാരന് മുന്നോട്ട് പിടിച്ച് നിൽക്കാൻ മേലാത്ത ഒരവസരം വരും. അങ്ങനെ അവസരം വരുമ്പം ഇത് ആദ്യമേ ബാങ്ക് പറയുക, ഇത് അങ്ങോട്ട് തെറ്റിക്കഴിഞ്ഞാൽ ഞങ്ങൾ 1 രൂപ പലിശ വെച്ച് മേടിക്കും കേട്ടോ എന്ന് പറയുന്നതല്ലേ മാന്യത. ഇപ്പം ഞാൻ ഈ ദിവസങ്ങളിൽ ഇത് നെൽകൃഷിയുടെ കാര്യം, വാഴക്കൃഷിയുടെ കാര്യം വയനാട് നിന്ന് പല കൃഷിക്കാരും വിളിക്കുമ്പോൾ അവർ പറയുന്നു ഞങ്ങൾക്ക് ഈ ദിവസങ്ങൾ, അത് 1 മാസം മുമ്പത്തെ കാര്യമാണ് പറയുന്നത്, 1 മാസം മുമ്പ് അവർ പറഞ്ഞു ഞങ്ങൾക്ക് 14 രൂപയാണ് കിലോയ്ക്ക് കിട്ടുന്നത്. 14 രൂപ അവർക്ക് കിലോയ്ക്ക് കിട്ടുമ്പോൾ 40 രൂപ അടുത്ത് അതിന് മുടക്കുണ്ട്, കൃഷിക്കാരന് മുടക്കുണ്ട്. 40 രൂപ മുടക്കമുള്ള സാധനത്തിന് 14 രൂപ കിട്ടിക്കഴിഞ്ഞാൽ അവൻ ഈ 4% പലിശയ്ക്ക് എടുക്കുന്നത് കറക്റ്റ് 365 ദിവസം കൊണ്ടേ അടയ്ക്കാൻ പറ്റുമോ? പറ്റിയല്ല. അപ്പോൾ അങ്ങനെ വരുമ്പം ആ നമ്മൾ മാർക്കറ്റിൽ മേടിക്കണ 60 രൂപ കൊടുക്കണം. അപ്പം ഞാൻ ചോദിക്കുന്നത്, എന്തിനാണ് ഒരു ഗവൺമെൻറ്, ജനങ്ങളാൽ തിരഞ്ഞെടുക്കുന്ന ഒരു ഗവൺമെൻറ് പിന്നെ എന്തിനാണ് ഈ ജനം എന്ന് പറഞ്ഞ കൃഷിക്കാരൻ, നെൽകൃഷിക്കാരനും വാഴക്കൃഷിക്കാരനും കപ്പ കൃഷിക്കാരനും പച്ചക്കറി കൃഷിക്കാരനും റബ്ബർ കർഷകനും ഫ്രൂട്ട്സ് കൃഷിക്കാരനും എല്ലാവരും കൂടെ ചേരുന്ന ജനം അല്ല ഈ ഗവൺമെൻറ് തിരഞ്ഞെടുക്കുന്നത്? ഞാനിപ്പോൾ ഇത് ഇത്ര കൃത്യമായിട്ട് പറഞ്ഞത്, ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ജനം സ്ഥാനാർത്ഥികളായി വരുന്ന ഓരോ പാർട്ടിക്കാരനോട് ചോദിക്കണം, നിങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് എന്ത് ഗുണം? നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടു പോകുന്നത് എന്തിനു വേണ്ടിയാണോ? നിങ്ങൾ ഞങ്ങളുടെ പ്രതിനിധിയായിട്ടാണോ തിരഞ്ഞെടുക്കപ്പെട്ടു പോകുന്നത്? നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയാണോ പോകുന്നത്? ഓരോ ജനവും കൃത്യമായി ചോദ്യങ്ങൾ ചോദിച്ച് അതിന് മറുപടി ഉള്ളവർക്ക് വോട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യമാണ്. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു, ഇപ്പോൾ ഒരു പഞ്ചായത്തിൽ, എൻ്റെ പഞ്ചായത്തിൻ്റെ പേര് തെടനാടെന്നാണ്. തെടനാട് ചെറുപ്പക്കാരെല്ലാം കൂടെ കൂടിയിട്ടുണ്ട്. ചെറുപ്പക്കാരെല്ലാം കൂടെ കൂടിയിട്ട് പറഞ്ഞു അവർക്ക് വർഷങ്ങളായിട്ട് കളിക്കാൻ ഒരു കോർട്ട് ഇല്ല. ഈ പ്രാവശ്യം ആ യുവാക്കളെല്ലാം കൂടെ കൂടിയിട്ട് തീരുമാനിച്ചെടുത്തിരിക്കുക, ഞങ്ങൾക്കൊരു കോർട്ട് കൃത്യമായി അനുവദിച്ച് തരുന്നവരാരോ അവർക്കേ ഞങ്ങൾ വോട്ട് ചെയ്യുള്ളൂ. ഞാനത് കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. ചെറുപ്പക്കാർ പിള്ളേരെല്ലാം കൂടെ ഐക്യപ്പെട്ട ഒറ്റ കൂട്ടം കൂടിയിട്ട് ഈ 2 മുന്നണിയല്ല 3 മുന്നണി മത്സരിക്കുന്നുണ്ട്. മുന്നണിക്കാരെ വിളിച്ചു വരുത്തി അവരോട് പറയണം കൃത്യമായിട്ട് എഴുതി തരാമെങ്കിൽ, ഇന്ന കാര്യം ഞങ്ങൾക്ക് ചെയ്യാമെങ്കിൽ. ആ കുട്ടികൾ മുന്നോട്ട് വെച്ചത് വളരെ നല്ല കാര്യമാണ്. ഞാൻ ആ കുഞ്ഞുങ്ങളോട് പറയട്ടെ, ഈ പ്രാവശ്യം ഒരുത്തനും അത് സമ്മതിക്കുന്നില്ലെങ്കിൽ, ഒരു മുന്നണിക്കാരനും തയ്യാറാകുന്നില്ലെങ്കിൽ അടുത്ത പഞ്ചായത്ത് ഇലക്ഷനിൽ തെടനാട് പഞ്ചായത്തിൽ 20 വയസ്സിനും 40 വയസ്സിനും ഇടയ്ക്കുള്ള ചെറുപ്പക്കാരെ ഇറക്കി മത്സരിക്കണം. ചെറുപ്പക്കാരെ ഇറക്കി മത്സരിച്ചിട്ട് ഭരണം പിടിക്കണം. ഭരണം പിടിച്ചിട്ട് കൃത്യമായിട്ട് കാണിച്ചു കൊടുക്കണം ഈ പരിപാടി. അപ്പം ഞാൻ ഇതോട് തന്നെ ചേർത്ത് പറയുക, ഇങ്ങനെ ജനം ഒരുമിച്ചില്ലെങ്കിൽ, കർഷകരോടും പ്രത്യേകിച്ച് പറയട്ടെ, ഈ ബാങ്കുകാർ ഇങ്ങനത്തെ പോക്കൃത്തരം കാണിക്കുന്നത് കൊണ്ട് ഒരു കാരണവശാലും നമ്മൾ സ്റ്റേറ്റ്മെൻ്റ് ഒന്ന് വ്യാഖ്യാനിച്ച് തരാൻ പോലും ഇതെങ്ങനെയാണ് കൂട്ടിയെന്ന് പോലും യുവമാർക്ക് അറിയാൻ മേലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം. ഇങ്ങനെ നീണ്ടുപോകാൻ സാധ്യതയുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ഇനി സ്വർണ്ണം ഉണ്ടെങ്കിൽ പണയം വെക്കാൻ കൊണ്ട് കൊടുക്കരുത്, നിങ്ങളങ്ങ് വിൽക്കണോ? അത് കൃഷി ഏതൊക്കെയായാലും ഈ രീതിയിൽ ഈ ഗവൺമെൻറ്റുകൾ മുന്നോട്ട് പോയാൽ ഒത്തിരി മുന്നോട്ട് പോവുകയില്ല. ഇത് മുരിക്കൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത് ഇത് വലിയ കോർപ്പറേറ്റുകളുടെ കൊണ്ട് കൊടുക്കും. അന്നേരം അന്നത്തെ സമരം എന്താണെന്ന് ചോദിച്ചാൽ ശശിയെന്നും പറയാൻ പറ്റും. ഇതാണ് ഇവിടുത്തെ സാഹചര്യം എന്ന് ഓർമ്മിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.